ബോസിനകത്ത് ഇപ്പൊ ലൈവില് നമ്മുടെ ചെരുപ്പ് നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫാക്ടറിയുടെ മുതലാളിയായിട്ട് വരുന്നത് നൂറയും തൊഴിലാളികളായിട്ട് മറ്റുള്ളവരും വരുന്നുണ്ട്. അതിനുശേഷം അത് മാത്രമല്ല, അതിനകത്ത് യൂണിയൻ ലീഡറായിട്ട് അക്ബറും സൂപ്പർവൈസറായിട്ടും ജിഷ്ണുമാണ് വരുന്നത്. അപ്പൊ ചെരുപ്പ് 50 ചെരുപ്പ് നിർമ്മിക്കണം. 52 ചെരുപ്പ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് കോയിൻ വിതരണം ചെയ്യുന്നുണ്ട്. ആ കോയിൻ വിതരണം ചെയ്യുമ്പോൾ നൂറ് അക്ബറിനും ജിഷിനും മാത്രം കൊടുക്കുന്നില്ല. കാരണമായിട്ട് പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി അവിടെ ഭയങ്കര വർത്തമാനമായിരുന്നു. അതുകൊണ്ട് പിന്നെ തമ്മിലടിയായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കത്തിലുള്ള തീരുമാനമായി. കുറേ നേരം ബിഗ് ബോസ് അവരോട് പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും തീരുമാനം ആവാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ തീരുമാനം ആകാത്തതുകൊണ്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു തിരികെ വീട്ടിലെത്താന്ന് പറഞ്ഞു. വീട്ടിലെത്തിയതിനു ശേഷം ഇവർ ഭയങ്കരമായ വഴക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ജിഷൻ തന്റെ ജോലി ചെയ്ത കാര്യം കറക്റ്റിന് പറയുകയും എടുക്കുകയും ചെയ്ത് സംസാരിച്ച് നൂറിൽ നിന്നും എന്ത് ചെയ്യുന്നു, കോയിൻ കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷെ അക്ബറിന് നൂറ കോയിൻ കൊടുക്കത്തില്ല എന്നുള്ള വാശിയിലാണ്. കാരണമായിട്ട് നൂറ പറയുന്നത് ജോലി തടസ്സപ്പെടുത്തിയെന്ന. അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട്, ഞാൻ ജോലി തടസ്സപ്പെടുത്തിയത് ആരൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് എന്ന് വെച്ചാൽ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ജോലി തടസ്സം നടത്തി. അന്നേരം പറഞ്ഞു മറ്റുള്ളവർക്ക് ആർക്കും തടസ്സം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് അക്ബർ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് അവർക്കൊക്കെ പേടിയാണ്, എനിക്ക് ആരുടെ മൂഡ് താങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എനിക്ക് ധൈര്യത്തിൽ നിൽക്കാം, അവർക്കൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മറുപടി ഇല്ലായിരിക്കും, അതുകൊണ്ട് ഒരു സപ്പോർട്ടിൽ നിൽക്കുക എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ അടി നടക്കുന്നുണ്ട്. പക്ഷെ നൂറ അക്ബറിന് കോയിൻ കൊടുക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും കോയിൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് ഇവരുടെ ബഹളം കേട്ടിട്ട് ഇവരെ അങ്ങോട്ട് പിന്നെ ലിവിംഗ് റൂമിൽ പിടിച്ചിരുത്തിയൊക്കെയാണ്. നമുക്ക് ബാക്കി പിന്നെ പറയാം.